ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇത് നമ്മുടെ റീനീറ്റ് ആൻഡ് ബ്രേക്കിംഗ് ദ ലൂപ്പ് സീരീസിലെ 6-ാമത്തെ ദിവസമാണ്. 4-ാമത്തെ 5-ാമത്തെ ദിവസം അട്ടർ ഫെയിലിയർ ആയിരുന്നു. കൂടിപ്പോയ 1 മണിക്കൂർ പഠിച്ചാണ്. അതാണ് ഞാൻ ആ ദിവസത്തെ വീഡിയോ ഒന്നും ഇടാതിരുന്നത്. ബട്ട് ആ ഒരു 2 ദിവസം കൊണ്ട് ഞാൻ ചില കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്തു. എങ്ങനെ ചെയ്താലാണ് എന്ത് ചെയ്താലാണ് നമുക്ക് പഠിക്കാതിരിക്കാൻ തോന്നുക, എന്ത് ചെയ്താലാണ് നമുക്ക് പഠിക്കാനുള്ളൊരു മൂഡ് വരിക, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് മൈൻഡൊക്കെ ഒന്നുകൂടെ ഫ്രഷ് ആക്കിയിട്ട് ആണ് ഈ 6-ാമത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആരും പെർഫെക്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. പെർഫെക്ഷൻ ഈസ് എ മിത്ത്. നമ്മൾ ഗ്രാജുവൽ പ്രോഗ്രസ് ആണല്ലോ നമ്മൾ ഈ പെർഫെക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഗ്രാജുവൽ പ്രോഗ്രഷനുള്ള ഒരു ഹോപ്പ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഐ തിങ്ക് ഇതുവരെ ചെയ്ത് നമ്മുടെ സീരീസിലെ ഏറ്റവും ബെസ്റ്റ് ഡേ ഇന്നായിരിക്കുമെന്നാണ്. ലെറ്റ് സി. നമുക്ക് നൈറ്റ് ഇതിൻ്റെ പ്രോഗ്രസ് അറിയാം. ഞാൻ പിന്നെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയല്ല, പിന്നെ ഇന്നത്തെ ഷെഡ്യൂൾ ഫുള്ള് റെക്കോർഡ് ചെയ്ത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു വ്ലോഗ് രീതിയിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ബൈ, നൈറ്റ് കാണാം. ഹായ് ഗൈസ്, ഇന്ന് നമ്മുടെ റീനീറ്റ് സീരീസിൻ്റെ 6th ഡേ ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. ഇതുവരെ നമ്മൾ ചെയ്തതിൽ വെച്ച് നമ്മുടെ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള ഡേ ഇന്നായിരുന്നു. കെമിസ്ട്രി എന്നൊരു ചാപ്റ്റർ, ഫിസിക്സിൽ നിന്ന് 3 ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്തു. എന്നും നമ്മൾക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റാതെ പോകുന്ന ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഈ MCQ ആണ്. പക്ഷേ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും. അത് നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. അത് വരും ദിവസങ്ങളിൽ നമ്മൾ എന്തായാലും കവർ ചെയ്യും. പിന്നെ നമ്മുടെ ലൈഫിൽ ഇപ്പോഴത്തെ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഓൾമോസ്റ്റ് ഒരു 10 to 11 hours കണ്ടിന്യൂസ് സിറ്റിംഗ് ആണ്. അത് കാരണം ഉണ്ടാകുന്ന ഫിസിക്കൽ പ്രോബ്ലംസ് കാരണം നമ്മളൊരു ഡെയിലി വർക്കൗട്ടും കൂടെ പ്ലാൻ ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നാളത്തെ ടൈം ടേബിളിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് നാളെ കാണാം. എല്ലാം കൂടി ഉൾപ്പെടുത്തി നാളത്തെ ഒരു ഡേ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്.